ഹായ്, ഇത് സോളാർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ്. നിങ്ങളിത് അനുഭവിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയാണ്. ഞാൻ സോളാർ മേഖലയിൽ തന്നെയാണ്. ഞാൻ പെരിന്തൽമണ്ണയാണ്, മലപ്പുറത്ത് പെരിന്തൽമണ്ണയാണ്. ഇപ്പോൾ നമുക്കൊരു റൂളുണ്ട്, കേന്ദ്ര ഗവൺമെന്റിന്റെ ജനസമ്മത ആപ്പ് വഴി എല്ലാ സാധാരണ ജനങ്ങൾക്കും സോളാർ എന്നുള്ളൊരു സ്കീം, അതായത് അവരുടെ പേയ്മെന്റ് അവർ EMI-കളായിട്ട് അടയ്ക്കുന്ന ഒരു സ്കീമാണ്. 2 ലക്ഷം രൂപ വരെ അവർക്ക് അധികം ഡോക്യുമെന്റ്സ് ഒന്നും വേണ്ടാതെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരു ലോണിന് അപ്ലൈ ചെയ്യുമ്പോൾ അവർ ആ ഡേറ്റ് നോക്കിയിരിക്കും. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസും പേപ്പർ വർക്കും ഒക്കെ ചെയ്തു കൊടുക്കുന്നത് നമ്മൾ വെണ്ടറിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമ്മൾ ഈ പേപ്പേഴ്സും കാര്യങ്ങളായിട്ട് ബാങ്കിൽ ചെല്ലുമ്പോൾ ഈ ബാങ്കിലെ മാനേജേഴ്സ് അധികം, ഞാൻ പറയുന്നില്ല, വിരലിൽ എണ്ണുന്ന 1, 2, 3, മാക്സിമം 3, ഇത്രയും മാനേജേഴ്സ് ഒഴികെ, ബാങ്ക് ഒഴികെ ബാക്കിയുള്ള എല്ലാ ബാങ്കിലെ ആൾക്കാരും അയ്യോ ഇങ്ങോട്ട് വരല്ലേ, ഇത് ചെയ്യാൻ തിരക്കാണ്, പിന്നെ ചെയ്യാം, അല്ലെങ്കിൽ 10-15 ദിവസം കഴിഞ്ഞ് ചെയ്യാം, ഞങ്ങൾക്ക് ഓഡിറ്റ് ആണ്, തിരക്കാണ്, മീറ്റിംഗ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇത് കസ്റ്റമേഴ്സിന് അറിയില്ല. കസ്റ്റമേഴ്സിന് ഓർഡർ പ്ലേസ് ആയ ഡേറ്റ് മാത്രമേ അറിയുള്ളൂ. പിന്നെ ഇൻസ്റ്റാൾ ചെയ്ത് കംപ്ലീഷൻ നിങ്ങളുടെ ഭാഗത്തുള്ള ഉത്തരവാദിത്തമല്ല. ഞങ്ങൾ ചെല്ലണ സമയത്ത് തന്നെ ഇവർക്ക് ഏതാണ്ട് വേറെന്തോ തെറ്റ് ചെയ്ത് ഞങ്ങൾ ചെന്ന് നിൽക്കണ മാതിരിയാണ് ഞങ്ങളെ കാണുന്നത്. എല്ലാവർക്കും ഉണ്ടോയെന്ന് എനിക്കറിയില്ല, എനിക്കുള്ള അനുഭവം മാത്രമാണ് ഞാൻ പറഞ്ഞത്. പെരിന്തൽമണ്ണ ഒട്ടുമിക്ക ബാങ്കുകളിലും ഞങ്ങൾ ചെന്നിട്ടുണ്ട്, എല്ലാ ബാങ്കിലും ചെയ്തിട്ടുമുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ റൂള് പ്രകാരം മിനിമം ഒരു ബാങ്ക്, ഇത് അതായത് ലോൺ ചെയ്ത് കൊടുക്കുന്ന ബാങ്ക്, കുറച്ച് ബാങ്ക് ചെയ്യുന്നുണ്ട് ലോണ്, നാഷണലൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് ബാങ്ക് മാത്രമുള്ള ആ ഒരു ലിസ്റ്റിലുള്ളൂ. ആ ബാങ്ക് മിനിമം 8 എണ്ണെങ്കിലും ഒരു ബാങ്ക് ചെയ്യണമെന്ന് നിർബന്ധമുണ്ട്. അത് അവർക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം, ആ ലിസ്റ്റിലും ഉണ്ട്. പക്ഷെ എന്നാലും ബാങ്കിലേക്ക് ചെല്ലുമ്പോൾ പിന്നെ വേറൊരു വശം എന്താന്ന് വെച്ചാൽ ഇവർ ഫോണേ എടുക്കില്ല. ഒരു കാര്യത്തിന് വിളിച്ചാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ഇവർ ഫോൺ എടുക്കില്ല. മാനേജേഴ്സ് ആരും ഫോൺ എടുക്കില്ല. ഇത് നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കസ്റ്റമേഴ്സിന് ഇത് അറിയില്ല. നമ്മൾ പ്ലേസ് ചെയ്ത സമയം മാത്രം അവർ നോക്കിയിരിക്കുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്തില്ല, അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല അറിയുമ്പോൾ നമ്മളെ ഷോർട്ട് ചെയ്യും. അപ്പൊ എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അതായത് ലോണ് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടും ഇങ്ങനെ നമ്മൾ ചെല്ലുമ്പോൾ, ഇത്രയും ലോണിന് ചെല്ലുമ്പോൾ അവരാരും അത് ചെയ്തു തരാൻ തയ്യാറാവണില്ല. അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത ബാങ്കിൽ പോയിക്കോളൂ, നിങ്ങൾ ഈ ബാങ്കിൽ പോയിക്കോളൂ, അല്ലെങ്കിൽ അപ്പുറത്തെ ബാങ്കിൽ പൊക്കോളൂ, അല്ലെങ്കിൽ അവരുടെ അടുത്തുള്ള ഇങ്ങനെയുള്ള വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ ഇതിനൊരു സൊല്യൂഷൻ എന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. ഞാൻ പറഞ്ഞു, എല്ലാവർക്കും ഇല്ല, എല്ലാ ബാങ്കും ഇല്ല. ഞാൻ പോയ ഒരു 5-8 ബാങ്ക് ഇങ്ങനെ തന്നെയാണ്. ലാസ്റ്റ് കാലിക്കറ്റ് ബ്രാഞ്ച് വരെ ഇങ്ങനെയാണ്. കാലിക്കറ്റിലെ ഒരു ബ്രാഞ്ചും കൂടെ ലാസ്റ്റ് അടിയായിട്ടുണ്ട്. അത്രയും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് എങ്ങനെയാണെന്ന് ആർക്കെങ്കിലും അറിയും.